ഈ വരുന്ന നവംബർ 22-ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് അംബേദ്കർ ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ദളിത് ആദിവാസി സംഘടനകളുടെ ഒരു സംയുക്ത സംരംഭം എന്നുള്ള ഒരു ഇ-ഗ്രാൻസ് പ്രൊട്ടസ്റ്റ് റാലി നടത്തുകയാണ്. ഇ-ഗ്രാൻഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. SC/ST വിദ്യാർത്ഥികൾക്ക് ഭരണഘടനയുടെ 15(4) അനുസരിച്ച് നൽകുന്ന വിദ്യാഭ്യാസ അവകാശമാണ്. സാമ്പത്തികമായ സപ്പോർട്ട് സ്റ്റേറ്റ് കൊടുക്കുന്നതാണ്. ഇ-ഗ്രാൻസ് എന്ന് പറയുന്ന ഒരു സൈറ്റിലൂടെയാണ് നാളിതുവരെ ഇത് കൊടുത്തു വന്നിരുന്നത്. ഈ ഫൈനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്നത് അതാത് ബഡ്ജറ്റ് ഇയറിൽ വകയിരുത്തുന്ന SCP-TSP ഫണ്ടിന്റെ ഭാഗമായി വകയിരുത്തുന്ന തുകയാണ് നൽകേണ്ടത്. അതായത് ബഡ്ജറ്റ് ഇയറിൽ കൊടുത്തു തീർക്കുന്നതാണ്. പക്ഷേ 2021 ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു സംയുക്ത സമീപനം എന്ന് വേണമെങ്കിൽ പറയാം. ആ സംവിധാനം പൂർണ്ണമായും തകർക്കപ്പെടുകയും വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട തുക എപ്പോഴെങ്കിലും ഒരു ഔദാര്യം പദ്ധതി എന്നുള്ള നിലയിൽ ഈ പറയുന്ന ഡെസിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ അഗതികൾക്കോ ആശ്രിതർക്കോ നൽകുന്ന ചില ക്ഷേമ പെൻഷനുകളുടെ പ്രഖ്യാപനത്തിന്റെ കൂട്ടത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു പദ്ധതിയായി അതിനെ പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ വളരെ മാൻഡേറ്ററി ആയി വർഷാവർഷം കൊടുത്തിരിക്കേണ്ട ഫീസുകൾ ഇപ്പോൾ 3 വർഷം വരെ കുടിശ്ശികയായി കിടക്കുന്നു എന്നതാണ് കേരളത്തിലെ ഒരു സ്ഥിതിവിശേഷം. ഒരു ഏകദേശ കണക്കനുസരിച്ച് 150ഓളം ദളിതാദിവാസി വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കാൻ നിർബന്ധിതമായിട്ട്, പലപ്പോഴും ഇത് സജീവമായി വാർത്തകൾ വന്നിട്ടില്ല. അവർക്ക് ഈ ആനുകൂല്യം കൊടുത്താൽ മതി എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഗൈഡ്ലൈൻ കൊണ്ടുവരികയും 2 ലക്ഷം രൂപ വാർഷിക വരുമാനത്തിൽ താഴെയുള്ളവർക്ക് മാത്രമേ കേന്ദ്രത്തിന്റെ ധനസഹായം, അതല്ലാത്ത സംസ്ഥാനം കൊടുക്കും. അതിന് കേന്ദ്രം എതിർക്കുന്നില്ല. അപ്പൊ ഈ 2 സമീപനത്തെയും ഭരണഘടനാപരമായുള്ള ഈ സംവരണ തത്വത്തിന്റെ അട്ടിമറിയെ സംസ്ഥാന ഗവൺമെന്റ് ചോദ്യം ചെയ്യാതെ 2020 മുതൽ അംഗീകരിച്ചു വന്നു. അതിൽ കൊണ്ടുവന്ന മറ്റൊരു മാറ്റം EMSS പോർട്ടലിന്റെ ഭാഗമായി കൊണ്ടുവന്നിരുന്നത് ഇ-ഗ്രാൻഡുമായി ബന്ധപ്പെട്ട എല്ലാ ക്യാഷ് ട്രാൻസ്ഫറുകളും ബെനിഫിഷ്യറിയുടെ അക്കൗണ്ടിലേക്ക് പോകണമെന്നതാണ്, കുട്ടികളുടെ അക്കൗണ്ടിലേക്ക്. അപ്പൊ മുൻകാലങ്ങളിൽ കോളേജുകൾക്ക് കൊടുക്കുന്ന ട്യൂഷൻ ഫീ എല്ലാം സ്ഥാപനത്തിനാണ് പോകുക, കുട്ടിക്കുള്ളത് കുട്ടിക്ക് കൊടുക്കും. പലതും മാനുവലായിട്ടാണ് കൗണ്ടറിൽ പോയാണ് കുട്ടികൾ വാങ്ങിക്കുന്നത്. ഈ പോർട്ടലിലൂടെ ഇ-ഗ്രാൻഡ് വന്നതിന് ശേഷം തന്നെ കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് ലിങ്ക് ചെയ്യപ്പെട്ടു. പക്ഷെ സ്ഥാപനത്തിന്റെ ഫീസ് ഉൾപ്പെടെ എന്തുതരം പേയ്മെന്റ് അതെല്ലാം കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് വരണം എന്നത് നിഷ്കർഷിച്ചു എന്നുള്ളതിനോടൊപ്പം തന്നെ ഇങ്ങനെ നൽകുന്ന പേയ്മെന്റുകൾ കുട്ടികൾക്ക് വർഷത്തിൽ 4 പ്രാവശ്യം വരെ കൊടുക്കും എന്നൊരു ഓഫർ അതിനകത്തുണ്ടായിരുന്നു. ഒരു ടൈമിലെ സമയബന്ധിതമായി കൊടുത്തു തീർക്കും. അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് കിട്ടുന്ന ധനസഹായ പദ്ധതി കുട്ടിക്ക് സെപ്റ്റംബർ 10 കൊടുക്കണം. സെപ്റ്റംബർ 10 സംസ്ഥാന ഗവൺമെന്റ് പോർട്ടലിൽ നിക്ഷേപിക്കുന്നു. അവരവരുടെ വിഹിതം നിക്ഷേപിക്കുന്നു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിൽ ഡിസംബർ 10 കൊടുക്കും. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 10 കൊടുക്കും. അവസാന മാസത്തെ സംഭവം മാർച്ച് മാസത്തെ റെസിഡ്യൂലായി മാർച്ച് 2 കൊടുക്കും. ഇങ്ങനെ ഒരു ടൈം ലൈൻ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നു എന്നൊരു വസ്തുതയാണ് ഈ ഗൈഡ് ലൈൻ. പക്ഷെ അവിടെയാണ് മന്ത്രി രാധാകൃഷ്ണന്റെ ഓഫീസ് അതിനകത്ത് വലിയൊരു അറിഞ്ഞോ അറിയാതെ ഒരു അട്ടിമറി നടക്കുന്നത്. അദ്ദേഹത്തിന്റെ വകുപ്പിൽ നിന്ന് 2023 ഫെബ്രുവരി 5 ഈ ഗൈഡ് ലൈനുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ജിയോ ഇറക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പോർട്ടലിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിച്ചു. 2.5 ലക്ഷം വാർഷിക വരുമാന പരിധി കുട്ടികളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. പക്ഷേ ഈ ടൈം ലൈൻ അവരങ്ങ് അട്ടിമറിച്ചിട്ട് ഏത് തീയതിയിൽ കുട്ടിക്ക് കൊടുക്കും എന്നത് ഇതിനകത്ത് ഒരു അക്ഷരം വരുന്നില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നുന്ന സമയത്തേ കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ടൈം ലൈൻ മുഴുവൻ അട്ടിമറിച്ചത് വഴി പേയ്മെന്റ് ധനകാര്യ വകുപ്പ് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സമയത്തേക്ക് മാറ്റി വന്നിരിക്കുകയും 2021 മുതൽ ഇനി 2025-26 വിദ്യാഭ്യാസ വർഷത്തിന്റെ 3/4 ഭാഗവും കഴിഞ്ഞു. 3 ലക്ഷത്തിലധികം കുട്ടികൾക്ക് ഈ ഗ്രാൻഡ് കൊടുക്കാൻ നിശ്ചയിക്കപ്പെടുന്നു. 2 ലക്ഷത്തോളം കുട്ടികൾ ഈ ഗ്രാൻഡിന്റെ പോർട്ടലിന് പുറത്താണ്, ഇൻവാലിഡ് ആണ്. അവർ ഇത് തിരുത്താൻ അവർക്ക് സമയമില്ല. ഇപ്പൊ പോർട്ടൽ ഓപ്പൺ ആണ്. ചുരുക്കത്തിൽ
ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഈ പറയുന്ന ആശാ വർക്കേഴ്സിന്റെ സമരം അവസാനിക്കും 1000 രൂപ വർദ്ധിപ്പിച്ചായിട്ട് നിങ്ങൾ കണ്ടുവല്ലോ. ആ സമയത്ത് ഒരു പ്രഖ്യാപനം പട്ടികജാതിപ്പെട്ടവർക്ക് 300 കോടി ഞങ്ങൾ നൽകുന്നു. അതിൽ 40 കോടി രൂപ ഉന്നത വിദ്യാഭ്യാസമായിട്ട് ഈ ഗ്രാന്റ് കൊടുക്കുന്നു. മറ്റു പല ക്ഷേമ പദ്ധതികളുടെ കൂട്ടത്തിൽ ഈ അഗതികളുടേത് അല്ലെങ്കിൽ ആശ്രിതരുടേത്, ആശാ വർക്കർമാരുടേത്, മറ്റു സാമൂഹിക ദുർബല വിഭാഗങ്ങൾക്ക് എന്തെങ്കിലും ചില ആനുകൂല്യങ്ങൾ പാക്കേജിൽ കൊടുക്കുന്ന കൂട്ടത്തിലേക്ക് ഞങ്ങൾ അവർക്ക് 40 കോടി കൊടുത്തു. ഇതാണ് സർക്കാരിന്റെ സമീപനം. ആ നിലക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടു. അതെല്ലാ മേഖലയിലും. അതിപ്പം മറ്റൊരു ഒരു വലിയൊരു മനുഷ്യാവകാശ ലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാവുന്ന മന്ത്രിമാരും MLA-മാരും എല്ലാവരും അവരുടെ ശമ്പളവും കിമ്പളവും കൃത്യമായി വർദ്ധിപ്പിച്ചോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ അലവൻസ് തുടങ്ങിയ കുറെ ഗ്രാന്റുകൾ ഉപജീവനത്തിന് കൊടുക്കുന്നതാണ്. ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു കുട്ടിയുടെ അലവൻസ് ഇപ്പോഴും 3500 മാത്രമേ. എല്ലാ മന്ത്രിമാരുടെ വിദേശത്തായിരിക്കും കുട്ടികളെ പഠിപ്പിക്കുന്ന നമുക്കറിയാം. 3500 കൊണ്ട് ഏതെങ്കിലും ഹോസ്റ്റൽ കുട്ടി താമസിക്കാൻ പറ്റുമോ? അത് എയ്ഡഡ് ആണെങ്കിലും സർക്കാർ കോളേജാണ്. ഇനി ഈ കുട്ടി ഒരു പ്രൈവറ്റ് അക്കോമഡേഷൻ ആണ് എടുക്കുന്നത്. കാരണം ഇന്നിപ്പോൾ സർക്കാർ ഹോസ്റ്റലൊന്നും 1990 ശേഷം എവിടെയും നിർമ്മിച്ചു. അതുകൊണ്ട് ന്യൂ ജനറേഷൻ കോഴ്സുകൾ വരുമ്പോൾ കുട്ടികൾ പുറത്ത് പഠിക്കേണ്ടി വരും. അങ്ങനെ പുറത്ത് താമസിക്കാൻ നിർബന്ധിക്കപ്പെട്ടാൽ ആ കുട്ടിക്ക് 3000 രൂപയാണ് ഷെഡ്യൂൾ ട്രൈബിൽപ്പെട്ട കുട്ടിക്ക് കൊടുക്കുന്നത്. പട്ടിക ജാതിയിൽപ്പെട്ടതാണെങ്കിൽ 1500 കൊടുക്കും. ഈ 1500 എന്ന് പറയുന്ന ഈ തുക കൊണ്ട് ഏത് കുട്ടികൾക്ക് ഈ രാജ്യത്ത് പഠിക്കാൻ പറ്റും? എങ്ങനെ അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും? തികച്ചും വംശീയമായ നിലയിൽ ഞങ്ങൾ തരുന്ന ഈ ഔദാര്യം കൊണ്ട് നിങ്ങൾ പഠിച്ചോളണമെന്ന് പറയുന്ന അങ്ങേയറ്റവും കാസ്റ്റിസ്റ്റായ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ് ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓർമ്മ രജനീഷ് സാനന്ദ ആത്മഹത്യ ചെയ്തിട്ട് 1.5 ദശകമായി. ആ കുട്ടി ആത്മഹത്യ ചെയ്തതിന്റെ കാരണം 1000 രൂപയായിരുന്നു എന്ന് പ്രൈവറ്റ് അക്കോമഡേഷൻ എന്ന PG പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനെയായിരുന്നു. ഈ 1000 രൂപക്ക് വേണ്ടി പല ഓഫീസുകളും കയറി ഇറങ്ങി അവസാനം കിട്ടാതെ ആണത് സൂയിസൈഡ് ചെയ്തു. അന്ന് വർദ്ധിപ്പിച്ചാണ് 1000-1500. പിന്നീട് വിദ്വാൻമാർ ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ 10 വർഷത്തെ കാലം എന്ന് പറയുന്നത് 2 സീനിയർ മന്ത്രിമാർ, മന്ത്രി AK ബാലനും K രാധാകൃഷ്ണനും മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇവരാകെ നടത്തിയിരുന്ന വർധന എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാസം കൊടുക്കുന്ന ഒരു പോക്കറ്റ് മണി ഉണ്ട്, 190 രൂപയായിരുന്നു. അത് 10 രൂപ വർദ്ധിപ്പിച്ചു. അങ്ങനെ വളരെ മനുഷ്യാവകാശ വിരുദ്ധമായ ഒരു പരിപാടിയാണ് ഈ കുട്ടികളൊന്ന് സമയത്ത് കൊടുക്കില്ല, കൊടുക്കുന്നത് വളരെ അപര്യാപ്തമാണ് തുടങ്ങി. പിന്നെ പ്രൊഫഷണൽ മേഖലയിലൊക്കെ തന്നെ നിരവധി കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു അവകാശ പത്രിക പ്രൊഫഡിച്ച് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ഒന്നാമത്തെ ഒരു ഡിമാൻഡിൽ പറഞ്ഞിരിക്കുന്നത് അതാണ് ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനത്തിന്റെ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇതിനകത്ത് ഇടപെടണം. കാരണം 2 വകുപ്പ് മന്ത്രിമാരുണ്ടായിരുന്നു. ധനകാര്യ വകുപ്പിന്റെ മുമ്പാകെ പ്രശ്നം അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പറ്റണമായിരുന്നു. കാരണം എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം 12 കത്തെങ്കിലും SC/ST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ കുട്ടികളുടെ ഈ ഹോസ്റ്റൽ അലവൻസ് ഒക്കെ ബന്ധപ്പെട്ടത് ആക്ച്വൽ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ് കോസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് അവരെഴുതിയിട്ടുണ്ട്. എഴുതാത്ത പ്രശ്നം. പക്ഷെ ക്യാബിനറ്റിൽ ഇതാരും പറയില്ല, പറഞ്ഞാൽ തന്നെ അത് നടക്കില്ല. അപ്പൊ പലപ്പോഴും വ്യാജമായി പുറത്തുണ്ടാക്കുന്ന അന്തരീക്ഷം സർക്കാർ ഭയങ്കര ധനകാര്യ കമ്മിയിൽ ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഗ്രാന്റ് മുടങ്ങിയത്. അതല്ല കാരണം കൃത്യമായി ബഡ്ജറ്റിൽ 1000 കോടി രൂപ മുടക്കുന്നുണ്ടെങ്കിൽ ജനസംഖ്യാനുപാതികമായി സ്പെഷ്യൽ കമാൻഡ് പ്ലാൻ കുട്ടികൾക്ക് വകയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് പക്ഷെ അത് വിനിയോഗിക്കുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ മോഹൻലാലിന് സ്വീകരണം കൊടുക്കാനോ ലിറ്റററി ഫെസ്റ്റുകൾക്കോ മറ്റു മേളകൾക്കോ ആണ് അവരുടെ പ്രയോറിറ്റി. ഇതിന് വകയിരുത്തുന്ന പോലെ തന്നെ കോടികൾ പാഴാക്കുകയും അത് കൊടുക്കാതിരിക്കുകയും ഉണ്ടെങ്കിൽ തന്നെ അത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന പോലുള്ള ഒരു പരിപാടിയാക്കി ഇതിനെ അട്ടിമുറിച്ചു എന്നുള്ളതാണ് LDFന്റെ 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ ശക്തമായ ഒരു പ്രക്ഷോഭമാക്കി മാറ്റും. ഈ റാലി കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സെക്രട്ടറി പഠിക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ പരിപാടി ഞങ്ങൾ ഇന്ന് അനൗൺസ് ചെയ്യാണ്. അത് നടക്കുന്നത് മാത്രമല്ല, ഈ വരുന്ന ഈ പറയുന്ന ഇലക്ഷനിൽ മറുപടി പറയാൻ അവർക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് ചെയ്യാവുന്നൊരു കാര്യം. ഇത് മന്ത്രി കേളു എന്ന് പറയുന്ന ഒരു ദുർബല മന്ത്രിക്ക് ഇത് പ്രശ്നമൊന്നും പരിഹരിക്കാൻ പറ്റും നമുക്ക് വിശ്വാസമില്ല, കഴിയില്ല. കാരണം അതിനേക്കാൾ പ്രഗത്ഭന്മാരിൽ ഇരുന്നിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് താൽക്കാലികമായെങ്കിലും ശ്രീ പിണറായി വിജയൻ ഈ വകുപ്പ് ഏറ്റെടുക്കണം. ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഒരു മന്ത്രിസഭാ ഉപസമിതി അടിയന്തരമായി രൂപീകരിച്ച് അവർക്ക് ഇത് വിട്ട് ഇതിന്റെ പരിഹാരം കാണണമെന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യം. മറ്റാവശ്യങ്ങളെല്ലാം തന്നെ ഇതിനകത്തുണ്ട്.
പിന്നെ ആർക്കെങ്കിലും ഈ വിഷയം കൂടുതൽ അധികരിച്ച് എഴുതുകയോ പഠിക്കുകയോ ചെയ്യണമെങ്കിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ലീഫ്ലെറ്റ് ഇറക്കിയിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. കൂടാതെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വിടാം. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന നമുക്ക് ആരംഭിക്കും. അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഈ നവംബർ 22-ാം തീയതി ദളിത് ആദിവാസി വിദ്യാർത്ഥികൾക്കെതിരായ സർക്കാരിൻ്റെ ഈ നീക്കത്തിൽ അഥവാ സ്കോളർഷിപ്പ് നിഷേധത്തിൽ ഈ ഗ്രാൻഡ് അട്ടിമറിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് പ്രൊട്ടസ്റ്റ് റാലി നടത്തുന്ന കാര്യം ഇവിടെ വിശദീകരിച്ചു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ SC/ST വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് നൽകേണ്ട സ്കോളർഷിപ്പ്, മറ്റ് പലതരത്തിലുള്ള അലവൻസുകൾ, സ്റ്റേറ്റ് പിന്തുണ, ഇവയൊക്കെ ഭരണഘടനാപരമായ നമ്മുടെ സ്റ്റേറ്റ് നിർവഹിക്കേണ്ട ഒരു മാൻഡേറ്റാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റാണ്. ഭരണഘടനാപരമായി ഇവിടെ നമുക്കറിയാം ആർട്ടിക്കിൾ 15(4) SC/ST വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ പിന്തുണ കൊടുക്കുക എന്നത്, അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നത് സ്റ്റേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് എന്നതാണ് ആർട്ടിക്കിൾ 15(4) പറയുന്നത്. മാത്രമല്ല ഇത് ഭരണഘടനയുടെ ഈ മൗലികാവകാശത്തിൽ, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഭരണഘടനയുടെ ഈ മൗലികാവകാശങ്ങളുടെ ഭാഗമായതും പ്രത്യേക പരിഗണനയോടെ ഭരണകൂടം നിർവഹിക്കേണ്ടതുമായ ഒരു കാര്യമാണ് നൂറ്റാണ്ടുകളായി വിദ്യാഭ്യാസവും സാമൂഹ്യനീതിയും നിഷേധിക്കപ്പെട്ട ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കൊണ്ടുവരിക എന്നത്. ഇത് ഇവിടെ നിലവിലിരിക്കുന്ന, നമുക്കറിയാം, നിലവിൽ സർക്കാരിന്റെ ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ് പിന്തുണ ഇല്ലാതെ വിദ്യാഭ്യാസം ചെയ്യാൻ നമ്മുടെ നിലവിലെ സാമൂഹ്യ വ്യവസ്ഥ മൂലം കഴിയാത്തൊരു വിഭാഗമാണ് പട്ടികജാതിപ്പെട്ട വിഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലും ഒക്കെ ഏറ്റവും പ്രാധാന്യത്തോടെ എടുത്തൊരു തീരുമാനമാണ്. ഈവൻ കൊളോണിയൽ ഇന്ത്യയിൽ പോലും ഏതാണ്ട് 1942-43 കാലഘട്ടത്തിൽ ഡോക്ടർ അംബേദ്കർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പറായിരിക്കുമ്പോൾ അടക്കം ഏർപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇന്ത്യയിലെ പട്ടികജാതിപ്പെട്ടവർക്ക് വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, സ്കോളർഷിപ്പുകൾ കൊടുക്കുക, പ്രത്യേക തരത്തിലുള്ള ബെനിങ് പദ്ധതി പോലെയുള്ള പദ്ധതികളിലൂടെ വിദേശ വിദ്യാഭ്യാസം കിട്ടാൻ പോലും SC/ST വിദ്യാർത്ഥികൾക്ക് ധനസഹായം കൊടുക്കുന്ന സംവിധാനങ്ങൾ 43-44 കാലം മുതൽ കൊളോണിയൽ ഇന്ത്യയിൽ പോലും ഉള്ളൊരു കാര്യമാണ്. പിന്നീട് സ്വതന്ത്ര ഇന്ത്യയിൽ കഴിഞ്ഞ 75 വർഷക്കാലമായി ഭരണഘടനാപരമായി നിന്നൊരു കാര്യം. ഇപ്പോൾ നമ്മുടെ ഈ പ്രബുദ്ധം എന്ന് പറയുന്ന ഈ കേരളത്തിൽ ആയിരക്കണക്കിന് SC/ST വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു. കുട്ടികൾ പഠിത്തം നിർത്തുകയാണ്, ഡ്രോപ്പ് ഔട്ട്സ് ആവുകയാണ്. കൂലിവേല ചെയ്ത് ജീവിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ 40,000-ഓളം അല്ലെ 50,000-ഓളം വരുന്ന പട്ടികജാതിവർഗ കോളനികളിൽ താമസിക്കുന്ന ദളിതരും ആദിവാസികൾ സ്വന്തമായി പണം മുടക്കി ഇന്ന് നിലവിലിരിക്കുന്ന ഫീസ് സ്ട്രക്ചർ അനുസരിച്ച് എയ്ഡഡ് സ്ഥാപനങ്ങളിലാണെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണെങ്കിലും ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലാണെങ്കിലും നിലവിലുള്ള ഒരു ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഹൈ ഫീസാണ്. അത്തരം ഫീസ് സ്ട്രക്ചർ അനുസരിച്ചുള്ള ഫീസ് മുടക്കാനും ഫീസ് കൂടാതെ ഹോസ്റ്റലുകളിൽ ചെലവ് 10,000 രൂപയ്ക്ക് താഴെ ഈ കേരളത്തിലെ ഇന്ത്യയിലെ ഏതെങ്കിലും നഗരങ്ങളിൽ ഇന്ന് ഒരു കുട്ടിക്ക് താമസിക്കാൻ കഴിയുമോ? ഹോസ്റ്റൽ ഫീസിന്റെ സ്വഭാവം എന്താണ്? അപ്പോൾ അത്തരത്തിലുള്ള ഹോസ്റ്റൽ ഫീസുകൾ പട്ടിക നിർധനരായ SC/ST കുടുംബങ്ങൾ അവരുടെ മാതാപിതാക്കൾ വഹിക്കണം എന്നല്ലേ ഈ സത്യത്തിൽ സ്റ്റേറ്റ് പറയുന്നതിന്റെ മറുവശം? എന്തുകൊണ്ട് ഈ ഗ്രാന്റുകൾ കൊടുക്കുന്നില്ല? പണമില്ല. ഇപ്പൊ 159 കോടിയിലധികം രൂപ ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ട സ്കോളർഷിപ്പ് സർക്കാർ ഏതാണ്ട് അത് അട്ടിമറിച്ചിരിക്കുന്നു. അത് കാലതാമസം കൊടുത്തില്ല എന്നാണ് ഗവൺമെന്റിന്റെ ഏറ്റവും പുതിയ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. SC/ST ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള 500 കോടിയോളം രൂപ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സർക്കാർ വെട്ടിച്ചുരുക്കി എന്നത് നമ്മുടെ മുമ്പിലുണ്ട്. ചില കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണ്. സത്യത്തിൽ എന്താണ് നിങ്ങൾ നോക്കേണ്ടത്? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ, പല സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ നോക്കി നിൽക്കാതെ SC/ST വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസമുള്ള എല്ലാ ഗ്രാന്റുകളും തെലങ്കാന പോലുള്ള ഗവൺമെന്റുകൾ, ഈവൻ തമിഴ്നാട്,
പൂർണ്ണമായി കൊടുക്കുന്നു. കാരണം വലിയ പ്രാധാന്യത്തോടെ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ല എങ്കിൽ ഈ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഒന്ന്, ഇത് ഒരു ക്ഷേമരാഷ്ട്രത്തിന്റെ ഭാഗമായി ഭരണഘടനാപരമായി പുലർത്തേണ്ട ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമെന്ന കാര്യത്തിൽ ഈ കുട്ടികൾക്ക് കൊടുക്കാൻ പൈസ ഇല്ല, കൊടുക്കാതിരിക്കുന്നു. അത് നമ്മുടെ ബ്യൂറോക്രാറ്റിക് സംവിധാനം അങ്ങേയറ്റ അലംഭാവമാണ്. SC/ST വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അങ്ങേയറ്റത്തെ അലംഭാവമാണ്. പട്ടികജാതി വകുപ്പാണെങ്കിലും ഈ വകുപ്പിന് പണം അനുവദിക്കേണ്ട ധനകാര്യ വകുപ്പാണെങ്കിലും ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ട നമ്മുടെ ക്യാബിനറ്റ് ഭരണ സംവിധാനങ്ങളാണ് പുലർത്തുന്നത്. കടുത്ത വിവേചനമാണ്. അപ്പൊ ആർട്ടിക്കിൾ ഈ 15(4) പറയുന്ന ഈ അവകാശം കൊടുക്കുമ്പോൾ അതിന് അനീതി കാണിക്കുന്നു, അല്ലെങ്കിൽ അത് കാലതാമസം വരുത്തുന്നു, അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ 15 എന്ന് പറയുന്ന ബേസിക് ആർട്ടിക്കിളിന്റെ സ്പിരിറ്റ് എന്താണ്? സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എന്നാണ്. പക്ഷെ SC/STകളുടെ കാര്യം വരുമ്പോൾ, ഈ കുട്ടികളുടെ കാര്യം വരുമ്പോൾ ഇവരൊന്നും പഠിക്കണ്ട എന്ന നിലയിലുള്ള ഒരു സമീപനം ഇന്ന് നമ്മുടെ സ്റ്റേറ്റിന്റെ വിദ്യാഭ്യാസ നയമായി മാറിയിരിക്കുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് NEP-യുടെ എന്താണ് വിദ്യാഭ്യാസത്തെ മൊത്തം ഒരു തരം വരേണ്യവൽക്കരിക്കുന്ന ഒരു കാലമാണിത്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നു കഴിയുമ്പോൾ അവിടെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ കഴിയാത്ത രീതിയിലാണ്. കാരണം ശ്രേഷ്ഠ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബ്രാഹ്മണിക് സംസ്കാരത്തെ അടിച്ചേൽപ്പിക്കുന്ന സിലബസും കരിക്കുലവുമാണ് അതിനകത്തുള്ളത്. മറ്റൊന്ന്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്ന് പറയുന്ന നിർബന്ധമുള്ള കാര്യമല്ല. 4 ഇയർ കോഴ്സിനകത്ത് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഇറങ്ങിപ്പോകാം. ആ നിലയിലാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ മൊത്തത്തിൽ NEP-യുടെ നയം വിദ്യാഭ്യാസത്തിന്റെ ഒരു തരം കാവ്യവൽക്കരണമാണ്, വിദ്യാഭ്യാസത്തിന്റെ ഒരു തരം വരേണ്യവൽക്കരണമാണ്. മറ്റൊന്ന്, വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒരുതരം മാർക്കറ്റ് എക്കണോമിയുടെ നവലിബറൽ നയങ്ങളെ കൂടി അടിച്ചേൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് UGC ആക്ട് പോലുള്ള ആക്ടുകളുടെ കൂടെ ചേർത്ത് നമ്മൾ പറയുമ്പോൾ ഇത് ധാരാളം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നു. വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് പണമുള്ളവർ മാത്രം പഠിച്ചാൽ മതി എന്ന നിലയിലേക്കുള്ള ഒരു മാർക്കറ്റ് സെന്റേഡ് നയമാണ് വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ നയിക്കുന്നത്. ഇത്തരൊരു പശ്ചാത്തലത്തിലാണ് സ്വാഭാവികമായിട്ടും NEP വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഈ ദലിത് പിന്നോക്ക വിഭാഗങ്ങളെ, ന്യൂനപക്ഷങ്ങളെ മൊത്തം പിന്തള്ളുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പോലും, ഇത് കേരളത്തിൽ മാത്രമല്ല, മോഡി സർക്കാർ SC/ST വിഭാഗത്തിൽ ഈ വിദ്യാർത്ഥികൾക്കുള്ള വിദേശ സ്കോളർഷിപ്പുകളും ഹയർ എഡ്യൂക്കേഷനും റിസർച്ചും ഒക്കെയുള്ള പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ കർട്ടൽ ചെയ്തിരിക്കുന്നു. 40% ആ ഫണ്ട് വെട്ടിക്കുറച്ചിരിക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കത്തെ കാര്യം പോലെയാണ്. നമുക്കറിയാം, മൗലാന അബുൽ കലാം ആസാദ് ഫെലോഷിപ്പ് പോലെയുള്ള മൈനോറിറ്റി സ്കോളർഷിപ്പുകൾ മുഴുവൻ അവർ നിർത്തലാക്കുന്നു. അപ്പൊ വിദ്യാഭ്യാസത്തെ മൊത്തം ഇങ്ങനെ വരേണ്യവൽക്കരിക്കുന്ന NEP നയത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് PM ശ്രീയിൽ പണം കിട്ടാൻ കേരള സർക്കാർ നടത്തിയ ശ്രമം കൂടെ സൂചിപ്പിച്ചു. നേരത്തെ തന്നെ അത്തരം അതിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ വിക്ടിംസ് ആയി മാറുന്നത് എന്താണ്? ഇപ്പൊ SC/ST വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് ഇത് വളരെ കൃത്യമായി സർക്കാർ ഇത് പുനഃപരിശോധിക്കണം. നിങ്ങൾ നോക്കൂ, പണമില്ല, പട്ടികജാതി കുട്ടികൾ സ്കൂൾ തലത്തിലും അതേപോലെ കോളേജ് തലത്തിലും ഈ ഗ്രാന്റുകൾ കൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്ന കാരണങ്ങൾ പറയുമ്പോഴാണ് കേരളത്തിലെ എയ്ഡഡ് മേഖല, ആ എയ്ഡഡ് മേഖലയിൽ ശമ്പളത്തിന് വിനിയോഗിക്കുന്ന പൈസ എത്ര? പ്രതിവർഷം 11,500 കോടി രൂപ കേരള ബജറ്റിൽ നിന്ന് എല്ലാവരുടെയും കൂടെ പണം. SC/ST വിഭാഗങ്ങൾക്കും എല്ലാവർക്കും ആ പണത്തിൽ അവരുടേതായ പങ്കുണ്ട്, അവകാശമുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ കോമൺ ഫണ്ടിൽ നിന്ന് 11,500 കോടി രൂപ പ്രതിവർഷം ശമ്പളത്തിന് എയ്ഡഡ് സ്കൂളുകൾക്ക് സ്ഥാപനങ്ങൾ കൊടുക്കുന്നു. 6,000 കോടി രൂപ പെൻഷന് കൊടുക്കുന്നു. അടിസ്ഥാന വികസനത്തിന് വീണ്ടും ഒരു 10,000 കോടിയോളം രൂപ കൊടുക്കുന്നു. 25,000 മുതൽ 30,000 കോടി വരെ ഈ രാജ്യത്തെ വരേണ്യ സംഘടിത സമുദായങ്ങൾ കൈവശം വെക്കുന്ന, ഇപ്പോഴും നിയമനങ്ങൾ PSCക്ക് വിട്ടിട്ടില്ലാത്ത SC/ST വിഭാഗങ്ങൾക്ക് യാതൊരു പ്രാതിനിധ്യവുമില്ലാത്ത 0.38 ആണ് എയ്ഡഡ് മേഖലയിലെ SC/ST വിഭാഗത്തിന്റെ പ്രാതിനിധ്യം ഏത് ഉദ്യോഗത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ഈ വിഭാഗത്തെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള ഈ പറയുന്ന കേരളത്തിലെ സമ്പന്ന വരേണ്യരുടെ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് ഈ 25,000 30,000 കോടി രൂപ കൊടുക്കാൻ ബജറ്റിൽ പണമുണ്ട്, സർക്കാരിന് പണമുണ്ട്. പാവപ്പെട്ട നിർധനരായ SC/ST വിദ്യാർത്ഥികളുടെ പഠനത്തിന് കൊടുക്കാൻ പൈസയില്ല. കുട്ടികൾ അപമാനിക്കപ്പെടുന്നു. ഇത് വ്യക്തമായും ഭരണഘടനയുടെ ലംഘനമാണ്, നീതി നിഷേധമാണ്. ഇത് തിരുത്തിയേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. 22-ാം തീയതി തുടക്കം എന്ന നിലയിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് വിദ്യാർത്ഥികളും സംഘടനാ നേതാക്കളും സംഘടനാ പ്രതിനിധികളും എല്ലാം കൂടി മാർച്ച് ചെയ്യുന്നു. ഇതിപ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് ആ പ്രക്ഷോഭത്തിന് ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ശക്തമായ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്.
അതുകൊണ്ട് ഈ കേന്ദ്ര സർക്കാരിന്റെ NEP നയത്തിന്റെ ഏതാണ്ട് ഭാഗമങ്ങോളമാണ് കേരളത്തിനും ഈ വിഭാഗത്തെ തടയുന്ന ഈ നയം തുടരുന്നത്. കേരള മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോഴത്തെ പട്ടികജാതി വകുപ്പ് ചെയ്യുന്ന മന്ത്രിക്കോ പട്ടികജാതി വകുപ്പിനോ ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഈ മുഖ്യമന്ത്രി ഉത്തരവാദിത്തം കാണിക്കുകയും അങ്ങനെ ഒരു ഉന്നതാധികാര മന്ത്രിതല സമിതിക്ക് പ്രത്യേകമായി ഇത് ചുമതല കൊടുത്തുകൊണ്ട് ഈ പ്രശ്നങ്ങളെ ഗൗരവമായി പഠിച്ചുകൊണ്ട് കേരളത്തിലെ SC/ST വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ താറുമാറാക്കുന്ന, അവരുടെ സ്കോളർഷിപ്പുകൾ ഇല്ലാതാക്കുന്ന, അവരെ ഈ തരത്തിൽ അവരുടെ ഭാവിയെ നശിപ്പിക്കുന്ന നയത്തിൽ നിന്ന് കേരള സർക്കാർ പിന്തിരിയണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ശക്തമായ ജനാധിപത്യ പ്രക്ഷോഭത്തിന് നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതായത് 4.5 ലക്ഷം കുട്ടികളാണ്. ഇത് ഞാൻ പറഞ്ഞു കേട്ടോ, ശരിക്കും 5.5 ലക്ഷം കുട്ടികൾ വരേണ്ടതാണ്. 1 ലക്ഷത്തോളം പേർക്ക് ഈ ഗ്രാൻഡിന്റെ പരിധിയിലേക്ക് വന്നിട്ടില്ല. അപേക്ഷിച്ച കുട്ടികളിൽ 2 ലക്ഷം കുട്ടികൾ ഇൻവാലിഡ് ആണ്, അവരുടെ തിരുത്തി കൊടുത്തിട്ടില്ല. മനസ്സിലല്ല. അപ്പൊ ഒരു 4-5 ലക്ഷം കുട്ടികൾക്ക് ഈ ഗ്രാൻഡ് ഈ DU ആണ്. വാലിഡ് ആയിട്ടുള്ളത് നമ്മളിപ്പം അവരുടെ സൈറ്റിൽ ഓപ്പൺ ചെയ്ത പ്രോസസ്സിംഗിലേക്കാണ്. അല്ല, കേന്ദ്രത്തിന്റെ കുഴപ്പങ്ങൾ പറഞ്ഞല്ലോ, അവരുടെ ഒരു പൊളിറ്റിക്കൽ നയമുണ്ട്. അതിൽ നിന്ന് യാതൊരു സംരക്ഷണത്തിനും സംസ്ഥാന ഗവൺമെന്റിന് 2.5 ലക്ഷം എന്ന് തീരുമാനിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് വരുന്നവരൊരു കത്ത് കൊടുത്തിട്ടില്ല. ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കാൻ ലഭ്യമാകുന്ന തുക തന്നെ 3 വർഷത്തിന് മുമ്പുള്ളതാണ് കൊടുത്തത്. ഒരു കുട്ടി ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ് പോയാലും 2 വർഷം കഴിഞ്ഞ് ആ കുട്ടിക്ക് ലഭ്യമായിട്ട് ഗ്രാൻഡുകളോ അതോ കിട്ടുന്നുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് TC കൊടുക്കില്ല. 2021 മുമ്പ് ഏറെക്കുറെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഡിപ്പെടിപ്പേടാണ്. ഞങ്ങൾ പറയാം. ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള കാരണം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് 1400 കോടി രൂപ ഫണ്ട് ലഭിക്കാനാണെന്നാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത്. പക്ഷേ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുമ്പോൾ അത് സർവശിക്ഷാ അഭിയാനാണ് ലഭിക്കേണ്ടത്. പക്ഷെ അതിൻ്റെ പ്രധാനപ്പെട്ട ഇരകൾ NEP നടപ്പിലാക്കിയപ്പോൾ പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളാണ് സാറോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ ഈ PMMS പരിഷ്കരണങ്ങൾ, ആ പരിഷ്കരണങ്ങളിലാണ് ഈ 2 ലക്ഷം എന്ന് പറഞ്ഞത്. ആ 2 ലക്ഷം പരിധി ഏർപ്പെടുത്തി. ആ പരിധി ഏർപ്പെടുത്തിയപ്പോൾ ഇങ്ങനെ പരിധി ഏർപ്പെടുത്താൻ പാടില്ല എന്ന് ഒരു കത്തോ ഒരു അഭിപ്രായമോ കേന്ദ്ര ഗവൺമെന്റിലേക്ക് ഈ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. കാരണം നമുക്കറിയാം, ഇവിടുത്തെ കേരളത്തിലെ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലെയോ പിന്നെ ദളിതരുടെ പട്ടികജാതിക്കാരുടെ സാമൂഹിക സ്ഥിതിയും അവരുടെ കയ്യിലുള്ള ഭൂമിയുടെ വലിപ്പവും പരിധിയൊക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ഒരു എതിർപ്പ് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമുക്കറിയാം, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കും എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ബഫർ സോൺ ഇത്രയും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പാക്കത്തില്ല എന്ന് ഒബ്ജക്ഷൻ കൊടുത്താണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്. പട്ടിക വിഭാഗം വിദ്യാർത്ഥികളുടെ ഈ ഫണ്ടിലുണ്ടാകുന്ന വേരിയേഷനിലൊക്കെ വരുത്തിയപ്പോൾ യാതൊരു എതിർപ്പും ഇവർ പ്രകടിപ്പിച്ചില്ല എന്നുള്ള വസ്തുതയാണ്. അപ്പം സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു തെറ്റായിട്ടുള്ള ഒരു നിലപാട് അതിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ സംസ്ഥാന ഗവൺമെന്റ് ആണ് ഇത്ര ഫണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വേണം എന്ന് പറയേണ്ടത്. എന്തുകൊണ്ടാണ് ഫണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് 60% അവർ തരുന്നു, ഇവിടുത്തെ 40% അവരെടുക്കുന്നു. ഈ ബഡ്ജറ്റിൽ കൃത്യമായിട്ട് ഫണ്ട് ഇത്ര കൊടുക്കും എന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന പരിരക്ഷയോട് കൂടിയ ഒരു ഫണ്ടിന്റെ കാര്യം അവർ പറയുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വർധന. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സ്റ്റൈഫൻഡിലും ലെംസൺ ഗ്രാൻഡിലും ഉണ്ടായിരിക്കുന്ന വർധന ഏതാണ്ട് 13 വർഷം മുമ്പുണ്ടായിരുന്ന അതിൽ നിന്നും 2026 വരുമ്പോൾ 2013 2026 വരുമ്പോൾ വർധന 30% മാത്രമാണ്. അല്ലെങ്കിൽ ഉദാഹരണം പറയാം, 500 രൂപ +2 വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻഡ് 2013 കൊടുത്തിട്ടുണ്ടെങ്കിൽ
അതിപ്പോൾ പ്ലസ് 2 വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന 800 രൂപയാണ്. വർധന എത്രയാണെന്ന് നമുക്കറിയാം. ആ 13 വർഷത്തെ വർധന സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ, പെൻഷൻകാരുടെ, നമ്മുടെ തൊഴിലാളികളുടെ, സാധാരണ തൊഴിലാളികളുടെ കൂലിയിലും അവരുടെ ശമ്പളത്തിലൊക്കെ 2-3 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 600 രൂപ എന്ന് പറയുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ വർദ്ധിപ്പിക്കേണ്ടത് 1800, 1500, 2000 ഒക്കെ ആയിട്ടാണ് വർദ്ധിപ്പിക്കേണ്ടത്. അത് കാലോചിതമായിട്ട് പരിഷ്കരിക്കാത്തത് കൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. യഥാർത്ഥത്തിൽ ഇവരുടെ പരിരക്ഷ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ആർട്ടിക്കിൾ 15(4) പറയുന്ന സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം. ആ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം അവർ നിർവഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ADF ഇത്തരം ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടത്. ADF മാത്രമല്ല, നേരത്തെ വിവിധ സംഘടനകൾ, സമുദായ സംഘടനകളൊക്കെ ഇത്തരം പ്രക്ഷോഭത്തിലേക്ക് പോയിട്ടുണ്ട്. ഇതുവരെ ഗവൺമെന്റ് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ADF പറയുന്നത് ഈ വകുപ്പ് തന്നെ മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്ന് പറയാം. നമ്മളിപ്പോൾ കഴിഞ്ഞ മാസം വന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 60 കോടി രൂപയോളം മിശ്ര വിഭാഗിതരുടെ ധനസഹായം കൊടുക്കാനുണ്ട്. 60 കോടി രൂപയോളം. അതിൽപ്പെടുന്നതാണ് വിവാഹ ധനസഹായം. മറ്റൊരു വിവാഹ ധനസഹായം സാധാരണ 1 ലക്ഷത്തിൽ താഴെയുള്ള വരുമാന പരിധിയുള്ള വിവാഹത്തിന് അതും കൊടുത്തിട്ടില്ല. മറ്റൊരു നമ്മൾ അറിയപ്പെടാത്തൊരു കാര്യമുണ്ട്. ഈ ആശ്രിതർ മരിച്ച, പ്രധാനപ്പെട്ട ഗ്രഹനാഥൻ മരിച്ചു, ആശ്രിതർ മരിച്ചാൽ 2 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസമായിട്ട് കൊടുക്കുന്നതാണ്. അത് തന്നെ കൊടുത്തിട്ട് വർഷങ്ങളായി. ഇപ്പൊ ഇത് ഫണ്ടില്ലാഞ്ഞിട്ടല്ല, ഫണ്ട് ഇല്ലെങ്കിൽ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചല്ലോ 10,000 കോടി രൂപയുടെ ധനസഹായമാണ് പെൻഷൻകാർക്കും അതുപോലെ തന്നെ സാമൂഹിക പെൻഷനും ആശാ വർക്കേഴ്സിനും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ പട്ടികവിഭാഗം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ തെറ്റാണ്. ഗവൺമെന്റ് അത്തരം തെറ്റായ നടപടികൾക്കെതിരെയാണ് ADF-ന്റെ നേതൃത്വത്തിൽ സമരത്തിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഗവൺമെന്റ് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് നമ്മുടെ നിലപാട്, ഇലക്ഷൻ നിലപാട് ഞാൻ കണ്ടിരുന്നു. ബേക്കറേറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്നത് ദളിത് ആദിവാസി സംഘടനയുടെ ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതൊരു പൊതു രാഷ്ട്രീയ നിലപാടെടുത്തിരിക്കുന്നത് സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു LDF വിരുദ്ധമായ നിലപാടാണ് പൊതുവിൽ എടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ UDF-ന്റെ പരസ്യ പിന്തുണയൊന്നുമില്ല. സ്വതന്ത്രമായി പട്ടികവർഗ സംഘടനകൾ എവിടെയെല്ലാം സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ടോ അതിനെ സമ്പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് ഈ സമിതി രംഗത്ത് വരും. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലപാട്. കോട്ടയം ജില്ലയിൽ ഞങ്ങൾ ഏതാണ്ട് ഒരു 15ഓളം സ്ഥാനാർത്ഥികൾ വിവിധ മേഖലകളിലായിട്ട് നിൽക്കും. ഇപ്പൊ തന്നെ 6ഓളം സ്ഥാനാർത്ഥികൾ ഞാൻ നിർത്തിയിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ അതിൻ്റെ മറ്റ് നടപടിയിലേക്കൊക്കെ എത്തും. അതിൻ്റെ മുന്നോടിയായിട്ട് ജില്ലാതലത്തിൽ വളരെ കൃത്യമായ ഒരു കൺവെൻഷൻ നടത്തി അത് അതിൻ്റെ രാഷ്ട്രീയമായ, ഇപ്പോൾ നമ്മൾക്ക് ഈ അശാസ്ത്രീയമായി അതിദരിദ്ര വിമുക്ത കേരള പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായിട്ടുള്ള അത്തരം വളരെ ഏറ്റവും അടിസ്ഥാന ജനതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച സർക്കാരിനെതിരെ തന്നെ ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. അതുപോലെ തന്നെ ഇന്ന് 15-ാം തീയതി ബിർസ മുണ്ട ജന്മദിനമാണ്. അന്ന് ഞങ്ങൾ കോട്ടയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നമ്മുടെ അംബേദ്കർ ഡെമോക്രാറ്റിക് കൗൺസിൽ മൂവ്മെന്റിന്റെയും ആദിജനസഭ അടക്കമുള്ള പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന ബിർസ മുണ്ട ജന്മദിനവും അതുപോലെ തന്നെ ഈ അതിദരിദ്ര വിമുക്ത പ്രഖ്യാപനത്തിനെതിരെയുള്ള സമ്മേളനവും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊരു അറിയിക്കാൻ നോട്ടീസ് തരാം. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളെത്തും. ഇതാണ് സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തി ഇതിന്റെ ബദൽ നിലപാട് തന്നെ സ്വീകരിക്കാനുള്ള തീരുമാനമാണ് ഞങ്ങൾ തീരുമാനിച്ചത്. കേരളത്തിൽ എല്ലാ ജില്ലകളിലുണ്ട്. വയനാട്, അട്ടപ്പാടി, ഇടുക്കി, ഒരു കമന്റോടെ പറഞ്ഞേക്കാം. നിങ്ങൾ നോക്കൂ, ഈ വരേണ്യരായിട്ടുള്ള ഈ EWS-ന്റെ ഒരു മാനദണ്ഡം അനുസരിച്ച് ദരിദ്രൻ സർക്കാർ സഹായം, സ്കോളർഷിപ്പുകളും മറ്റ് സപ്പോർട്ടും കിട്ടേണ്ട ഒരു ദരിദ്ര കുടുംബത്തിന്റെ വരുമാനം 8 ലക്ഷമാണ്. നേരെ മറിച്ച് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും അത് 2.5 ലക്ഷമാക്കുന്നതിന് ന്യായമില്ല. ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ പോലും വരേണ്യർക്ക് കൂടുതൽ ഇളവും ലക്ഷങ്ങളുടെ വ്യത്യാസം. പട്ടികജാതിക്കാരന് 2.5 ലക്ഷം. സ്വാഭാവിക 1000 രൂപയൊക്കെ കൂലിക്ക് പോയാൽ പോലും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൂലിവേലക്കാരന്റെ പോലും വാർഷിക വരുമാനം എടുത്താൽ പറച്ചിൽ
സാങ്കേതികമായി ടെക്നിക്കലി 2 ലക്ഷം ആയിരിക്കും. അപ്പൊ ഈ വരുമാന പരിധി എടുത്ത് കളയേണ്ടതാണ്. വലിയ ദ്രോഹമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. സുപ്രീം കോടതി നമ്മളെ സമീപിക്കുന്നു.